നമസ്കാരം. കടം വാങ്ങി ഇന്ത്യ ഒരു വലിയ കടക്കണിയിലേക്കാണ് പോകുന്നതെന്ന മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് IMF. കഴിഞ്ഞ 9 വർഷത്തിനിടെ ഇന്ത്യൻ സർക്കാരിൻ്റെ പൊതുകടം 3 ഇരട്ടിയായി. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം 1948 മുതൽ 2014 വരെ ഇന്ത്യയുടെ ആദ്യ 66 വർഷങ്ങളിൽ കേന്ദ്ര സർക്കാർ 55 ലക്ഷം കോടി രൂപയുടെ കടമെടുപ്പ് നടത്തിയപ്പോൾ 2015 മുതൽ 2023 വരെയുള്ള 9 വർഷത്തിനിടെ 100 ലക്ഷം കോടി രൂപ കടമെടുത്ത മോദി സർക്കാർ രാജ്യത്തിൻ്റെ പൊതുകടം 3 ഇരട്ടിയാക്കി. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പൊതുകടം വൈകാതെ മൊത്ത ആഭ്യന്തര ഉൽപ്പാദനത്തിൻ്റെ അതായത് GDPയുടെ 100% കവിഞ്ഞേക്കുമെന്ന് IMF മുന്നറിയിപ്പ് നൽകി. ഇത് ദീർഘകാല അപകട സാധ്യതകൾ നിറഞ്ഞതാണെന്ന് അന്താരാഷ്ട്ര നാണയനിധിയുടെ ബിസിനസ് സ്റ്റാൻഡേർഡ് റിപ്പോർട്ട് ചെയ്തു. നിലവിലെ രീതി അനുസരിച്ച് കടം വാങ്ങിക്കൂട്ടുന്നതിന് പകരം ധനസഹായത്തിന് പുതിയതും മുൻഗണനാടിസ്ഥാനത്തിലുള്ളതുമായ സ്രോതസ്സുകളും വലിയ സ്വകാര്യ മേഖലാ നിക്ഷേപവും കാർബൺ വിലനിർണ്ണയമോ തത്തുല്യമായ സംവിധാനമോ ആവശ്യമാണെന്നുമാണ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നതെന്നാണ് സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നത്. അംഗരാജ്യങ്ങളുമായുള്ള ആർട്ടിക്കിൾസ് ഓഫ് എഗ്രിമെൻറ്റിന് കീഴിലുള്ള ഫണ്ടിൻ്റെ നിരീക്ഷണ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ് IMF റിപ്പോർട്ട്. തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന ഘട്ടത്തിൽ പൊട്ടിവീണ IMF റിപ്പോർട്ട് മോദി ഗവൺമെൻറ്റിന് കനത്ത തിരിച്ചടി നൽകിയിരിക്കുകയാണ്. ധനകാര്യ മന്ത്രാലയം റിപ്പോർട്ടിലെ കണ്ടെത്തലിനോട് വിയോജിച്ചെങ്കിലും തൃപ്തികരമായ ഒരു വിശദീകരണം നൽകാനാവാതെ വിഷമത്തിലായി. ചരിത്രപരമായി ഇന്ത്യ അനുഭവിച്ച ആഘാതങ്ങളുടെ ഭാഗമായി സമീപ കാലയളവിൽ കടം GDPയുടെ 100% കവിയുമെന്ന അപകട സാധ്യതയാണ് രേഖ വ്യക്തമാക്കുന്നതെന്നാണ് IMFൻ്റെ ഇന്ത്യയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ KV സുബ്രഹ്മണ്യൻ പറഞ്ഞത്. ദീർഘകാലാടിസ്ഥാനത്തിൽ കടത്തിൻ്റെ തുടർച്ചയ്ക്ക് അപകട സാധ്യതകൾ കൂടുതലാണെന്ന പ്രവചനവും റിപ്പോർട്ട് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഗവൺമെൻറ് തലത്തിൽ ഇന്ത്യയുടെ പൊതുകടവും GDPയും തമ്മിലുള്ള അനുപാതം 2005-2006 81% നിന്ന് 2021-2022 84% ഉയർന്നു. 2022-23 ഇത് വീണ്ടും 81% എന്നാണ് റിപ്പോർട്ട് വ്യക്തമാക്കിയത്. പൊതുകടം നിയന്ത്രിക്കുന്നതിന് സമീപ വർഷങ്ങളിൽ ഇന്ത്യക്ക് ധനപരമായ അച്ചടക്കം ആവശ്യമാണെന്നാണ് IMF അതിൻ്റെ റിപ്പോർട്ടിനൊപ്പമുള്ള പ്രസ്താവനയിൽ പറഞ്ഞത്. സമീപകാലത്ത് ആഗോള തലത്തിലുണ്ടായ വളർച്ചാ മാന്ദ്യം വ്യാപാര സാമ്പത്തിക മാർഗങ്ങളിലൊക്കെ ഇന്ത്യയെ ബാധിക്കും. ആഗോളതലത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വിതരണ തടസ്സങ്ങൾ ആവർത്തിച്ചുള്ള ചരക്ക് വിലകളിലെ ചാഞ്ചാട്ടത്തിന് കാരണമാകും. ഇത് ഇന്ത്യയുടെ സാമ്പത്തിക സമ്മർദ്ദം വർദ്ധിപ്പിക്കും. ആഭ്യന്തരമായി കാലാവസ്ഥാ ആഘാതങ്ങൾ പണപ്പെരുപ്പ സമ്മർദ്ദങ്ങളെ വീണ്ടും വർദ്ധിപ്പിക്കുകയും കൂടുതൽ ഭക്ഷ്യ കയറ്റുമതി നിയന്ത്രണങ്ങൾക്ക് പ്രേരിപ്പിക്കുകയും ചെയ്യും. 2023 ഒക്ടോബറിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ സർക്കാർ കടം കുറയ്ക്കുന്നതിനുള്ള വഴികൾ സർക്കാർ നോക്കുകയാണെന്നും വളർന്നുവരുന്ന വിപണി സമ്പദ് വ്യവസ്ഥകൾ സ്വീകരിക്കുന്ന കടം കുറയ്ക്കുന്നതിനുള്ള നടപടികൾ നിരീക്ഷിക്കുകയാണെന്നും പറഞ്ഞിരുന്നു. 2023 മാർച്ച് അവസാനത്തോടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കടം 155.6 ട്രില്യൺ അല്ലെങ്കിൽ GDPയുടെ 57.1% ആണെന്ന് ധനമന്ത്രാലയം വ്യക്തമാക്കിയിരുന്നു. ഉയർന്ന കടബാധ്യതകളും ആ കടത്തിൻ്റെ സേവനവുമായി ബന്ധപ്പെട്ട ഗണ്യമായ ചിലവും കാരണം ക്രെഡിറ്റ് റേറ്റിംഗുകൾ വർദ്ധിപ്പിക്കുന്നതിൽ ഇന്ത്യ വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. ഗവൺമെൻറ്റിൻ്റെ ദുർബലമായ സാമ്പത്തിക പ്രകടനവും ഭാരമുള്ള കടബാധ്യതകളും സമ്പദ് വ്യവസ്ഥയുടെ ആളോഹരി GDP കുറഞ്ഞതും ഇന്ത്യയുടെ ശക്തമായ അടിസ്ഥാന തത്വങ്ങളെ തുരങ്കം വയ്ക്കുന്നുവെന്ന് ലോകത്തിലെ സുപ്രധാന സാമ്പത്തിക വിശകലന ഏജൻസികൾ വിശ്വസിക്കുന്നതായി ദേശീയ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. COVID-19 പകർച്ചവ്യാധി മൂലം ഉണ്ടായ അസമമായ വരുമാന വിതരണവും ഒരു വെല്ലുവിളിയായി തുടരുകയാണ്. വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ഇന്ത്യയുടെ കുറഞ്ഞ ആളോഹരി വരുമാനമാണ് പരമാധികാര റേറ്റിംഗിൽ ഇന്ത്യയുടെ സ്കോർ കുറയ്ക്കുന്ന ഒരു പ്രധാന ഘടകം. ധനമന്ത്രിയുടെ ഭർത്താവും സാമ്പത്തിക വിദഗ്ധനുമായ പരകല പ്രഭാകർ ദീർഘനാളായി ചൂണ്ടിക്കാട്ടുന്ന പ്രതിസന്ധിയാണ് ഇപ്പോൾ IMF റിപ്പോർട്ട് മുന്നോട്ട് വയ്ക്കുന്നത് എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധേയമാണ്. IMF റിപ്പോർട്ടിനെ കേന്ദ്ര ഗവൺമെൻറ് ശക്തമായി പ്രതിരോധിക്കുന്നുണ്ടെങ്കിലും എന്താണ് പ്രതിവിധി എന്ന് പറയാൻ കഴിയാത്തത് പാർട്ടി തെരഞ്ഞെടുപ്പിന് അഭിമുഖീകരിക്കുന്ന ഘട്ടത്തിൽ BJP നേതാക്കളെ വല്ലാതെ അലട്ടുന്നുണ്ട്.